മാർച്ച് 31 നോമ്പിൻ്റെ 4-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 4:43 മുതൽ 54 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ശാരീരിക സാന്നിധ്യത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് പോകുന്ന വിശ്വാസത്തിൻ്റെയും രോഗശാന്തിയുടെയും ഒരു ശ്രദ്ധേയമായ കഥ നാം കാണുന്നു. സമരിയായിലെ 2 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു ഗലീലയിലേക്ക് മടങ്ങി. യേശുവിൻ്റെ വരവിനെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു രാജകീയ ഉദ്യോഗസ്ഥൻ അവനെ അന്വേഷിക്കുകയും മരണത്തിൻ്റെ വക്കിലെത്തിയ തൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന ഉദ്യോഗസ്ഥനോടുള്ള യേശുവിൻ്റെ പ്രതികരണം ഒരു ശാസനയല്ല, മറിച്ച് ദൈവിക ശക്തിയുടെ വ്യക്തമായ തെളിവ് തേടാനുള്ള മനുഷ്യപ്രകൃതിയുടെ പ്രവണതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള നിരീക്ഷണമാണ്. എന്നിരുന്നാലും ആ ഉദ്യോഗസ്ഥൻ്റെ അചഞ്ചലമായ വിശ്വാസമാണ് വേറിട്ട് നിൽക്കുന്നത്. കർത്താവേ, എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് അങ്ങ് വരണമേ എന്ന അദ്ദേഹത്തിൻ്റെ അപേക്ഷ മറികടക്കാനാവാത്തതായി തോന്നുന്ന പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും യേശുവിൻ്റെ രോഗശാന്തി നൽകുവാൻ കഴിവുള്ള ആ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസത്തിൻ്റെ തെളിവാണ്. പോകൂ, നിന്റെ മകൻ ജീവിക്കുമെന്ന യേശുവിൻ്റെ ഉറപ്പ് ശാരീരിക സാന്നിധ്യം ആവശ്യമില്ലാത്ത വിശ്വാസം മാത്രം ആവശ്യമുള്ള രോഗശാന്തിയുടെ ശക്തമായ പ്രഖ്യാപനമാണ്. യേശുവിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ മകൻ സുഖം പ്രാപിച്ചതായി കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ തീരുമാനം വിശ്വാസത്തിൻ്റെയും ഒരു നിർണായക നിമിഷത്തെ ചിത്രീകരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ വചനത്തിനും വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. വിശ്വാസം എന്നത് കാണുന്നതിലല്ല, മറിച്ച് നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളിൽ ബോധ്യത്തോടെ വിശ്വസിക്കലാണ് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ ധാരണയ്ക്ക് അതീതമായിരിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ സമയത്തിലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അവൻ്റെ കഴിവിലും വിശ്വസിക്കാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു. പരീക്ഷണങ്ങളുടെ മുന്നിൽ പതറാതെ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നറിഞ്ഞുകൊണ്ട് കൂടുതൽ ശക്തമാകുന്ന ഒരു വിശ്വാസം വളർത്തിയെടുക്കാൻ ഈ സംഭവം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. അവൻ്റെ അത്ഭുതങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സാന്നിധ്യം തേടാനും അവൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലെ ശക്തിയിലും സമാധാനം ഉറപ്പും കണ്ടെത്താൻ നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, ആ പിതാവ് തൻ്റെ മകന് വേണ്ടി മധ്യസ്ഥത വഹിച്ചതുപോലെ ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാനും സഹായം ആവശ്യമുള്ളവർക്കെല്ലാം സഹായം നൽകാനും സ്വയം ലഭ്യമാക്കാൻ നമ്മെ തന്നെ പ്രാപ്തരാക്കുക എന്നാണ്. ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.